അവന്റെ അതിപരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൽ പ്രിയനായ പാസ്റ്റർ സന്തോഷ് തോമസ്, തൻ്റെ പ്രിയ ഭാര്യ സഹോദരി ജിനി, ഞാൻ വളരെ സ്നേഹിക്കുന്ന പാസ്റ്റർ മാത്യു ഉമ്മൻ, പാസ്റ്റർ ജോയ്സ് ചാക്കോ, മറ്റ് ദൈവദാസന്മാർ, മാന്യ സഹോദരന്മാർ, സഹോദരിമാർ, കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കും. നിങ്ങളോടൊരുമിച്ചുള്ള കൂട്ടായ്മ എളിയവരായ ഞങ്ങൾക്കും അനുഗ്രഹമായി ഭവിക്കുന്നതിനായിട്ട് ഞാൻ കർത്താവിനെ വാഴ്ത്തും. നിങ്ങളെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കർത്താവ് സുരക്ഷിതരായി സൗഖ്യത്തോടെ ആയിരിക്കുന്ന ഇടങ്ങളിൽ പരിപാലിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇന്ന് പകലിലെ ചിന്തയിലേക്ക് ഞാൻ പ്രവേശിക്കുന്നു, കൂടുതൽ ആമുഖങ്ങളില്ലാതെ. ഒരു കാര്യം മാത്രം ഓർമ്മിപ്പിക്കുന്നു. ഓൺലൈൻ സന്ദേശങ്ങൾ ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങിയത് ഈ മെയ് മാസത്തിലാണ്. അത് എനിക്ക് നോ പറയാൻ കഴിയാത്ത ന്യൂയോർക്കിലെ കോർണർ സ്റ്റോൺ ചർച്ചിലെ പാസ്റ്റർ ഫിനി സാമുവലിന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങിയത്. കാരണം ഈ ഓൺലൈൻ മീറ്റിങ്ങുകൾക്ക് ഉള്ള ഒരു അപാകത പാസ്റ്റർ സന്തോഷത വ്യക്തമാക്കി. എന്നാൽ ഒരു മുതിർന്ന പാസ്റ്റർ എന്ന നിലയിൽ ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ചോട്ടെ. ദൈവവചന കേൾവിയുടെ ഗൗരവത്തെ ഓൺലൈൻ യോഗങ്ങൾ പലപ്പോഴും ഇല്ലാതെയാക്കും എന്നത് നാം ശ്രദ്ധാപൂർവം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടത് എഴുതിയെടുക്കണമെന്നൊക്കെ. കാര്യം കുറെ കൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് വേദപുസ്തകം തുറന്നു വെച്ച് ഒക്കെ ശ്രദ്ധിക്കാനുള്ള ഒരു എൻകറേജ്മെന്റ് എന്ന നിലയിലാണ് ഞാൻ നിങ്ങളോടത് ആവശ്യപ്പെട്ടത്. ഇതിന്റെ ഒരു വലിയ നന്മയുണ്ട്, നിശ്ചയമാണ്. വാതിലുകൾ അടയപ്പെട്ടാലും ആലയങ്ങൾ പൂട്ടിക്കിടന്നാലും വിശുദ്ധന്മാർക്ക് ഈ നിലയിലെങ്കിലും ആരാധിപ്പാൻ ദൈവം ഒരു സാവകാശം ഒരുക്കിയല്ലോ എന്നതിനും ഞാൻ ദൈവത്തിന് നന്ദി പറയും. ഈ പകലിലെ ചിന്തയ്ക്ക് ആധാരമായി 2 കൊരിന്തി 4 അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. 2 Corinthians chapter 4 verse 7. ഈ വാക്യത്തെ, ഈ സന്ദേശത്തിന് ഞാൻ കൊടുത്തിരിക്കുന്ന തലക്കെട്ട് ബട്ട് വി ആർ. ഇപ്പോൾ എന്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് തന്നതാണ്. ബട്ട് വി ആർ. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ ആകുന്നു ഉള്ളത്. വളരെ പരിചിതമായ വേദഭാഗമാണ്. ഈ സന്ദേശം ഞാൻ ആദ്യമായി പ്രസംഗിക്കുകയാണ്. അഥവാ നിങ്ങൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയ സന്ദേശമാണ് ഞാൻ പങ്കുവെക്കുന്നത്. എങ്കിലും എന്ന വാക്ക്, അതുകൊണ്ട് എന്ന വാക്ക്, ആയതിനാൽ എന്ന വാക്ക് തിരുവെഴുത്തിൽ എവിടെ കണ്ടാലും അതിന് മുകളിലുള്ള കാര്യങ്ങളുമായി ലിങ്ക് ചെയ്യുകയാണ് എന്ന് നമുക്കറിയാം. സുവിശേഷത്തിന്റെ മഹത്വത്തെ ഇത്ര ആഴമായി പ്രതിപാദിക്കുന്ന ഒരു വേദഭാഗം മറ്റൊരിടത്തുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. 6-ാമത്തെ വാക്യം മഹാനായ ജോൺ പൈപ്പർ ദീർഘമാസങ്ങൾ പ്രസംഗിച്ചതാണ്. 2 കൊരിന്തി 4 അധ്യായം 6-ാമത്തെ വാക്യം. ലൈറ്റ് ഓഫ് ദ നോളജ് ഓഫ് ദ ഗ്ലോറി ഓഫ് ഗോഡ് ഇൻ ദ ഫേസ് ഓഫ് ജീസസ്. യേശുവിന്റെ മുഖത്ത് തെളിയുന്ന പ്രകാശത്തിന്റെയും ജ്ഞാനത്തിന്റെയും ദൈവമഹത്വത്തിന്റെയും വർണ്ണന അസാധാരണമാണ്.
അത്യന്ത ശക്തി എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന ചിന്ത പരിശുദ്ധാത്മാവെന്ന. എന്നാൽ ഈ വാക്യത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ചല്ല എഴുത്തുകാരൻ പറയുന്നത്. എഴുത്തുകാരൻ പറയുന്നത് സുവിശേഷത്തിന്റെ ശക്തിയെ കുറിച്ചാണ്, അഥവാ ക്രിസ്തുവിന്റെ ശക്തി. ക്രിസ്തുവെന്ന മഹത്വകരമായ അവതാരത്തിന്റെ ശ്രേഷ്ഠത ലേഖനത്തിൽ പൗലോസ് 2:9 പറയുമ്പോൾ, അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. വേദപുസ്തകത്തിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള നിർവചനങ്ങളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിർവചനം ആ വാക്യമാണ്. അവനിലാണ് ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ആ ക്രിസ്തുവിന്റെ ശക്തിയെ കുറിച്ചാണ് അപ്പസ്തോലൻ പറഞ്ഞു വന്നത് 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. എന്നിട്ട് പറയാണ്, എങ്കിലും ഇത് തന്നത് മൺപാത്രത്തിലാണ്. മൺപാത്രം നിങ്ങൾക്കറിയാം, ചാവുകടൽ ചുരുളുകൾ 1948 കണ്ടെത്തിയപ്പോൾ അത് കണ്ടെത്തിയത് മൺപാത്രങ്ങളിലായിരുന്നു. പുരാതന കാലങ്ങളിൽ മനുഷ്യരുടെ സ്വഭാവമായിരുന്നു വിലയേറിയ നിക്ഷേപങ്ങൾ മൺപാത്രങ്ങളിലാക്കി ഭൂമിയുടെ അടിയിൽ കുഴിച്ചിടുക. അപ്പസ്തോലന്റെ ഭാഷയിൽ ഈ ചിന്തകളെല്ലാം വരുന്നുണ്ട്. പൗലോസ് ഈ മൺപാത്രം എന്ന വാചകം ഉപയോഗിക്കുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങൾക്കറിയാം, കൊരിന്ത്യ ലേഖനമാണ് പൗലോസിന്റെ വ്യക്തിത്വത്തെ കുറിച്ച് ഏറ്റവും അധികം വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്ന ലേഖനങ്ങൾ. കൊരിന്തിലെ ദൈവസഭയിൽ പൗലോസ് അവിടുന്ന് മടങ്ങിപ്പോയി മാസിഡോണിയയിൽ പോകുമ്പോൾ കൊരിന്തിലെ ദൈവസഭയിൽ എഴുന്നേറ്റു വന്ന ദുരുപദേശകരായ ആളുകൾ, അവിടെ പറയുമ്പോൾ കൊരിന്ത് എന്ന പട്ടണത്തിന്റെ സവിശേഷതകൾ കൂടെ പ്രധാനമാണ്. കൊരിന്ത് ഒരു കോസ്മോപൊളിറ്റൻ പട്ടണമാണ്. ബോംബെ പോലെ, ന്യൂയോർക്ക് പോലെ, കൊച്ചി പോലെയൊക്കെ ഉള്ള ഒരു കോസ്മോപൊളിറ്റൻ പട്ടണമാണ്. ഒത്തിരി ഭാഷക്കാർ, ഒത്തിരി ജാതിക്കാർ, മ്ലേച്ഛത വാഴുന്ന തുറമുഖ നഗരങ്ങളിൽ ഒന്നാണ്. അപ്പൊ അവിടെ വന്നുകൂടിയ ആളുകൾ വിശ്വാസത്തിൽ വന്നപ്പോൾ അവിടെ ഉണ്ടായ ഉണർവിന്റെ ആഴം നാം 1 കൊരിന്തിൽ കാണുന്നുണ്ട്. പ്രവാചകന്മാരുടെ കുറവില്ലാത്തവരായിരുന്നു അവർ. എന്നാൽ പൗലോസ് അവിടം വിട്ടു പോയി കഴിഞ്ഞപ്പോൾ അവിടെ എഴുന്നേറ്റ ശുശ്രൂഷകന്മാർ പൗലോസിനെ കുറിച്ച് അപവാദം പറയാൻ ആരംഭിച്ചു, വ്യക്തിഹത്യ ചെയ്യാൻ ആരംഭിച്ചു. അപ്പൊ ഈ വ്യക്തിഹത്യ, ഇഷ്ടമില്ലാത്തവരെ വ്യക്തിഹത്യ ചെയ്യുന്നത് മലയാളികളായ പെന്തക്കോസുകാരുടെ സ്വഭാവം മാത്രമല്ല, ആദിമസഭയിലും ഉണ്ടായിരുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഒരാളെ ഇഷ്ടമല്ലെങ്കിൽ അയാളെ കുറിച്ച് എന്ത് കഥയും പറയുക എന്നത് കൊരിന്തിലെ സഭയിലെ മനുഷ്യരുടെ ആത്മീയരെന്ന് അവകാശപ്പെടുന്നവരുടെ സ്വഭാവമായിരുന്നു. ഇന്ന് നാം കാണുന്നത് പോലെ തന്നെ. നോക്കൂ, പൗലോസ് അതിനൊക്കെ ഉള്ള ഉത്തരം ആഴമായി പറയുന്ന ഒരു പുസ്തകമാണ് കൊരിന്തിലെ 1 കൊരിന്തി 2 കൊരിന്തി ലേഖനങ്ങൾ. അദ്ദേഹം പറയാണ്, നിങ്ങൾ എന്തിനാ എന്നെ കുറിച്ച് ഇങ്ങനെ വിചാരിക്കുന്ന? ഞാൻ നിങ്ങൾ എന്നെ കുറിച്ച് പറഞ്ഞതൊക്കെ നല്ല കാര്യം, കൊള്ളാൻ പറഞ്ഞത്, പക്ഷെ ഞാൻ അത് അംഗീകരിക്കുന്നു. വിൽ യു ഡു ദാറ്റ്? നിങ്ങളെ ഒരാൾ അപവാദം പറയുമ്പോൾ, നിങ്ങളെ കുറിച്ചില്ലാത്തത് പറയുമ്പോൾ, നിങ്ങളെ ആക്ഷേപിച്ച് തള്ളുമ്പോൾ, കുഴപ്പമില്ല സഹോദര, നിങ്ങൾ അങ്ങനെ അങ്ങ് പറഞ്ഞോ, എനിക്ക് വിരോധമൊന്നുമില്ല എന്ന് പറയാൻ തയ്യാറാകുമോ? നിങ്ങൾ തയ്യാറാകുമെങ്കിൽ നിങ്ങളിൽ ദൈവം വരുത്താൻ പോകുന്ന
അസാധാരണമായ രൂപാന്തരത്തിന്റെ സാക്ഷ്യപത്രമാണ് അപ്പോസ്തലനായ പൗലോസ്. മഹാനായ സ്പർജൻ ഈ വാക്യത്തെ ഉദ്ധരിച്ച് പറഞ്ഞത്, പൗഴപ്പുറ്റിനകത്ത് വിലയേറിയ പൗഴം ഇരിക്കുന്നത് പോലെ മൺപാത്രമായ നമ്മുടെ ഉള്ളിൽ ക്രിസ്തു എന്ന നിക്ഷേപം ഇരിക്കുന്നു. ശ്രദ്ധിക്കൂ, പൗലോസ് അപ്പോസ്തലനെ ഇവർ ആക്ഷേപിച്ച കുറെ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഞാൻ പങ്കുവെക്കാം. എന്തിനാണ് ഇങ്ങനെ ഒരു ദൂതെടുത്തതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. എന്നാൽ ഇതിനകത്ത് ദൈവത്തിന്റെ വ്യക്തമായ ഒരു പദ്ധതിയും സന്ദേശവും ഉണ്ടെന്ന് എനിക്ക് തികഞ്ഞ ബോധ്യമുണ്ട്. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും നിങ്ങളുടെ കഴിവില്ലായ്മയെ കുറിച്ച് ഭാരപ്പെട്ടിരിക്കുന്നവരാണോ? നിങ്ങളെക്കുറിച്ച് പറഞ്ഞ അപവാദത്തെ ചൊല്ലി വിഷമിച്ചിരിക്കുന്നവരാണോ? നിങ്ങളുടെ ഡിസ്ക്വാളിഫൈഡ് ആയ സാഹചര്യത്തിൽ നിരാശരായിരിക്കുന്നവരാണോ? എങ്കിൽ ഇന്ന് പകലിലെ സന്ദേശം നിങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവിക അരുളപ്പാടാണ്. വേഗത്തിൽ ഞാൻ ചില പാഠങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കാം, ഈ സന്ദേശത്തിന്റെ ഗൗരവത്തെ മനസ്സിലാക്കാം. പൗലോസിനെ കുറിച്ച് ഇവര് പറഞ്ഞു, ഇദ്ദേഹം ശുശ്രൂഷിക്കുന്നത് ജഡജ്ഞാനത്തിലാണ്. പൗലോസ് അതിന് മറുപടി പറയുന്നു, 2 കൊരിന്തി 1:12, ഞങ്ങൾ ജഡജ്ഞാനത്തിലല്ല ദൈവ കൃപയിലത്രേ പെരുമാറിയിരിക്കുന്നു. എന്ന് വെച്ചാൽ ഇയാൾ ബുക്കിഷ് നോളജാണ് ഈ മനുഷ്യന് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ആക്ഷേപിച്ചു. രണ്ടാമത് അവര് പറഞ്ഞു 2 കൊരിന്തി 1:17, ഈ മനുഷ്യന്റെ നിരൂപണങ്ങൾ ജഡീക നിരൂപണങ്ങളാണ്. പൗലോസ് അതിന് മറുപടി പറയുന്നു, എന്റെ നിരൂപണം ജഡീക നിരൂപണമോ? നോക്കൂ, പരിശുദ്ധാത്മാവിനെ കുറിച്ചൊക്കെ നമ്മൾ ഒത്തിരി പറയുമെങ്കിലും നമുക്ക് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി അത്ര ബോധ്യമില്ലാത്തവരാണ് എന്ന് എനിക്ക് ഈയിടെയായി തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഞാനൊരു ദൈവദാസനുമായിട്ട് ഒരു വാഹനത്തിൽ സഞ്ചരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ആഹാരം കഴിക്കാൻ പോവുകയാണ്. ഞാൻ വളരെ ബഹുമാനിക്കുന്ന ഒരു മനുഷ്യനാണ്, എന്നെക്കാൾ പ്രായമുള്ള. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അച്ചായന് ഇന്ന സ്ഥലത്തേക്ക് ദൈവം അയക്കുന്നെന്ന് എന്നോട് ദൈവാത്മാവ് പറയുന്നെന്ന് പറഞ്ഞില്ല, അച്ചായനെ ഇന്ന സ്ഥലത്തേക്ക് അയക്കുന്നു എന്ന് ഇന്ന് ഞാൻ പറഞ്ഞു, പൂർത്തീകരിച്ചില്ല. അദ്ദേഹത്തിന്റെ അടുത്ത വാചകം എന്നെ ഞെട്ടിപ്പിച്ചു കളഞ്ഞു. ആരെങ്കിലും പറഞ്ഞു പാസ്റ്ററെ എനിക്ക് അങ്ങോട്ട് സ്ഥലം മാറ്റമാണെന്ന്? ഐ വാസ് ലിറ്ററലി ഷോക്ക്ഡ്. ഇപ്പൊ വ്യക്തമായ ഒരു ദൈവാലോചന പറഞ്ഞാൽ അതാരോ പറഞ്ഞു കൊടുത്തതാണെന്ന് നിരൂപിക്കുന്ന ആളുകൾ പെന്തക്കോസിൽ വർദ്ധിച്ചില്ലേ? ഇനി ദൂത് പറഞ്ഞില്ലെങ്കിലോ? ദൂത് പറഞ്ഞില്ലേ പറയും കൃപ പോയെന്ന് പറയും. മനസ്സിലാവുന്നുണ്ടോ ഞാൻ നിങ്ങൾക്ക് പറയുന്നത്? പൗലോസിന്റെ ശുശ്രൂഷ കണ്ടിട്ട് ഇവര് പറയുകയാണ്, നിന്റെ നിരൂപണങ്ങളൊക്കെ ജഡീക നിരൂപണങ്ങളാ എന്ന് പറഞ്ഞാൽ യു ഹാവ് ക്രിയേറ്റഡ് ബൈ യുവർ സെൽഫ്. നിന്റെ അകത്തുനിന്ന് നിന്റെ വ്യക്തിപരമായ സാമർഥ്യത്തിൽ നിന്ന് രൂപപ്പെട്ടതാണ്, പരിശുദ്ധാത്മാവിലല്ല. 3:1-24. ഞാൻ 2 കൊരിന്തി മാത്രം എടുത്ത് ചിന്തിക്കുക. പൗലോസ് പറയുന്നത് 2 കൊരിന്തി 1:24, ഞങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ മേൽ കർത്തൃത്വം നടത്തുന്നവർ അല്ല. ഒരാരോപണം, അടുത്ത ആരോപണം പൗലോസിനെ കുറിച്ച് വിശ്വാസികളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവനാണ്. പത്രോസ് പറയുന്നുണ്ട്, ഇടയന്മാർ കർത്തൃത്വം നടത്താൻ പാടില്ല എന്ന്. അതിന് പൗലോസിനെ ആക്ഷേപിക്കുകയാണ് ഈ ഫാൾസ് ടീച്ചേഴ്സ്. പിന്നെയും പറയാം 2:17, ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കുന്ന അനേകരെ പോലെ അല്ല എന്ന് പറഞ്ഞാൽ പൗലോസിനെ കുറിച്ച് ആക്ഷേപം ഉണ്ടായി. ഇദ്ദേഹം ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കുന്നു. വിശദീകരിക്കാൻ എനിക്ക് സമയം പോരാ. അതിനൊക്കെ ഒരു വളരെ പ്രധാനപ്പെട്ട കാരണമുണ്ട്. അവിടെ വന്ന യവനന്മാരായ ആളുകൾക്കുണ്ടായ സുവിശേഷത്തിന് വിരുദ്ധമായ ആലോചനകളെ പൗലോസ് ഖണ്ഡിച്ചപ്പോൾ
അവരതിന് പൗലോസിനെ പറയുകയാണ്, ഇവൻ ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കുകയാണ്, ഇവൻ പറയുന്നത് ശരിയല്ല. ഞാൻ ഓർമ്മിപ്പിക്കട്ടെ സഹോദരങ്ങളെ, 100 പേര് പറയുന്നതിന് വിരുദ്ധമായിട്ട് ഒരാൾ പ്രസംഗിച്ചാൽ നമ്മൾ പറയും ഈ ഒരാൾ പറയുന്നതാ തെറ്റെന്ന്. ഇന്നത്തെ കാലം അങ്ങനെയായി. നമ്മുടെ സഭായോഗങ്ങളിൽ, നമ്മുടെ ഇടയോഗങ്ങളിൽ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത് എത്രമാത്രം കുറഞ്ഞു പോയെന്ന് വിചിന്തനം ചെയ്തു നോക്കിക്കേ. ക്രിസ്തു എന്ന വാക്കുപോലും പറയാത്ത എത്ര പ്രസംഗങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. ക്രിസ്തുവിനെ ഉയർത്താത്ത, യേശു ക്രിസ്തുവിന്റെ മഹത്വം വെളിപ്പെടുത്താത്ത ഒരു പ്രസംഗം പോലും യോഗ്യമല്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. വ്യക്തികളുടെ ഭൗതിക നന്മകളെ മാത്രം ചൂണ്ടി പ്രസംഗിക്കുന്ന പ്രസംഗകരല്ലേ നമ്മുടെ ഇടയിൽ ഇന്ന് ഭൂരിപക്ഷവും. പാട്ട് പോലും അങ്ങനെയാ, എന്നെ മാനിക്കാൻ, എന്നെ ഉയർത്താൻ എന്നൊക്കെയല്ലേ നമ്മൾ പാട്ട് പാടുന്നേ. ദൈവത്തെ ഉയർത്തണമെന്നോ ദൈവത്തെ മാനിക്കണമെന്നോ ആർക്കാ ചിന്ത? അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എന്റെ ഭാരം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അടുത്ത പാഠം ശ്രദ്ധിക്കേ, 4-ാം അധ്യായം 2-ാം വാക്യം. ഉപായം പ്രയോഗിക്കാതെയും ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കാതെയും സത്യം വെളിപ്പെടുത്തുന്നു. അതിന്റെ അർത്ഥം പൗലോസിനെ കുറിച്ച് ആരോപണമുണ്ടായി, ഇവൻ ഉപായിയാണ്, ഞാൻ ഉപായി എന്ന് നിങ്ങൾ വിചാരിക്കും എന്ന് 1 കൊരിന്ത്യർ പൗലോസ് പറയുന്നുണ്ട്. അടുത്തത്, ഇത്രയൊക്കെ പറഞ്ഞിട്ട് പൗലോസിനെ കുറിച്ച് പൗലോസിന്റെ ഫിസിക്കിനെ ഇവർ ആക്ഷേപിക്കാൻ തുടങ്ങി. പൗലോസിന്റെ രൂപത്തെ ഇവർ ആക്ഷേപിക്കാൻ തുടങ്ങി. ചരിത്രം പറയുന്നത് പൗലോസ് പൊക്കം കുറഞ്ഞ മനുഷ്യനായിരുന്നു, പൗലോസ് കഷണ്ടിക്കാരനായിരുന്നു, പൗലോസിന് 2 കാലും വളഞ്ഞതായിരുന്നു, പുരികങ്ങൾ കൂട്ടിമുട്ടിയ ആളായിരുന്നു, ഘനമുള്ള ശബ്ദമില്ലാത്തയാളായിരുന്നു, ചൈതന്യമില്ലാത്ത കണ്ണുകളുള്ള മനുഷ്യനായിരുന്നു, ചെറിയൊരു കൂനും ഉണ്ടായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ കുറിച്ചിട്ടു, ഹിസ് ഫിസിക് വാസ് ഇൻഅഡ്വക്കേറ്റ് ടു പ്രീച്ച് ഗോസ്പൽ. സുവിശേഷം പറയണമെങ്കിൽ ഇച്ചിരി സ്മാർട്ടൊക്കെ ആയിരിക്കണ്ടേ. എന്നോട് പരിഭവിക്കല്ലേ നിങ്ങള്. ഈ അടുത്ത കാലത്ത് ഞാൻ കേട്ടു, പാസ്റ്റർ സ്ഥലം മാറി വരുന്നതിന് മുമ്പ്, തെരഞ്ഞെടുക്കുന്നതിന് മുമ്പ് പാസ്റ്റർ കാണാൻ കൊള്ളാവുന്ന ആളാണോ എന്ന് വിശ്വാസികൾ അന്വേഷിക്കാൻ തുടങ്ങിന. സ്മാർട്ടാണോ ഞങ്ങളുടെ പാസ്റ്റർ? പ്രസന്റബിൾ ആണോ ഞങ്ങളുടെ പാസ്റ്റർ? ഞങ്ങളുടെ പാസ്റ്റർ പ്രാർത്ഥിക്കുന്നയാളാണോ എന്ന് ചോദിക്കുന്നവർ നഷ്ടപ്പെട്ടു. ഞങ്ങളുടെ പാസ്റ്റർ ദൈവവചനത്തിന്റെ മുൻപിൽ മണിക്കൂറുകൾ ചെലവഴിക്കുന്നയാളാണോ എന്നൊന്നും ചോദിക്കാൻ ആളില്ലല്ലോ. പൗലോസിന്റെ ഫിസിക് കൊള്ളത്തില്ല. തെളിവ് വാക്യം കാണിക്കാമല്ലോ. പൗലോസിനെ കുറിച്ച് പറയുകയാണ്, ഞങ്ങളെ തന്നെ ശ്ലാഘിക്കുന്ന ചിലരോട് ഞങ്ങളെ ചേർത്ത് ഒരുമിപ്പാനോ ഉപമിപ്പാനോ ഞാൻ തുനിയുന്നില്ല. 2 കൊരിന്ത്യർ 10:12. ഐ ആം നോട്ട് ഫിറ്റ്. അടുത്ത നോക്കൂ, 2 കൊരിന്ത്യർ 11:6. ഞാൻ വാക്സാമർഥ്യമില്ലാത്തവൻ. നിങ്ങൾ പറഞ്ഞത് ശരിയാന്നേ. ഐ ആം നോട്ട് ഫിറ്റ്, ബട്ട് I am appointed to preach the gospel. ഞാൻ ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ആത്മനിയോഗത്തിൽ വിളിച്ചു പറയാം, ആർ യു ashamed of your appearance? Are you disappointed by your voice? Are you agitated about your family background? എങ്കിൽ നീ യോഗ്യനാണ് സുവിശേഷത്തിന്റെ സാക്ഷിയാകാൻ. രക്തം ജയം. ഞാൻ എൻ്റെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അച്ഛനാകാൻ പോയാൽ എനിക്ക് സാക്ഷിയൊന്നും പറയാൻ ഇഷ്ടമില്ല. അതൊക്കെ ഈ സെൽഫ് പ്രൊമോട്ടിംഗ് ആണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്ക് അച്ഛനാകാൻ പോകണമെന്ന് ആഗ്രഹം വന്നു. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ പെറ്റി സെമിനാരിയിൽ അഡ്മിഷൻ വന്ന് കത്ത് വന്നു. ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് മണിക്കൂറുകൾ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ
അപ്പൊ എന്റെ ചേട്ടൻ നേവിയിൽ ആ കാലത്ത്. ചേട്ടൻ അമ്മ കത്തെഴുതി ഇവനെ സെമിനാരി ചേർക്കാൻ. സെമിനാരിയിലെ വലിയ ലിസ്റ്റുണ്ട്. ഇത്ര വെള്ള ഷർട്ട്, ഇത്ര വെള്ളമുണ്ട്, ഇത്ര ബെഡ്ഷീറ്റ്, ഒരു വലിയ ദീർഘമായ ലിസ്റ്റുണ്ട്. വലിയ തുക വേണമെന്ന്. ചേട്ടൻ അമ്മ കത്തെഴുതി ഇവന് സെമിനാരി പോകാൻ തീരുമാനിച്ചു. അവനെ അയക്കാനായിട്ട് പണം വേണം. ചേട്ടൻ അന്ന് ബോംബെയില്ല, ചേട്ടൻ നാട്ടിൽ വന്നു. എന്നോട് പറഞ്ഞു, എടാ സെമിനാരി ചെയ്യാൻ നീ ആദ്യം കോളേജിൽ പോകണം. 10 വർഷമാണ് സിറിയൻ ഡയസിസ് അച്ഛനാകാൻ പഠിക്കുന്നത്. കോളേജിൽ വിടുക അവര്. കോളേജിൽ വിട്ടാൽ നമ്മൾ അവിടെ ഹോസ്റ്റൽ ഫീസ് കൊടുക്കണം, അങ്ങോട്ട് പൈസ കൊടുത്ത് പഠിക്കണം. നീ ഒരു കാര്യം ചെയ്ത് കോളേജിൽ ചേര്, നിന്റെ ഡിഗ്രി കഴിഞ്ഞിട്ട് നിനക്ക് അച്ഛനാകാൻ പോവാം. അന്ന് നിനക്ക് കുറച്ചുകൂടെ തിരിച്ചറിയുന്ന പ്രായമാകും. ജോയിൻ ചെയ്യുന്ന ഡേറ്റിൽ ഞാൻ സെമിനാരി ചെന്നില്ല. ഇടവേള അച്ഛനോട് പോയി പറഞ്ഞു, ഞാൻ കോളേജിൽ പോവുക, അത് കഴിഞ്ഞിട്ട് പോകാം. സെമിനാരി ചെല്ലുന്ന ഡേറ്റിന് ചെല്ലാത്തപ്പോ എന്നെ അതിനുവേണ്ടി എൻകറേജ് ചെയ്ത അച്ഛൻ ദേവപ്രസാദ് കിളിരൂർ എന്നാണ് ആ അച്ഛന്റെ പേര്. അച്ഛൻ വീട്ടിൽ വന്നു. ഞങ്ങളെ അന്വേഷിച്ചു, എന്നെ അന്വേഷിച്ചു. എടാ നിനക്കറിയാമോ, നിന്റെ കുടുംബത്തിന്റെ 3 തലമുറ വരെ സഭാ ചരിത്രത്തിൽ, സഭാരേഖകളിൽ പരിശോധിച്ച് മുഴുവൻ അന്വേഷണം നടത്തിയിട്ടാണ് നിന്നെ സെലക്ട് ചെയ്തത്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലായോ? ക്വാളിഫിക്കേഷൻ നോക്കി, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നോക്കി. ഇദ്ദേഹം പല കാര്യങ്ങൾ പറഞ്ഞു. ക്ഷയം വന്നവരുണ്ട്, ഫിറ്റ്സ് വരുന്നവരുണ്ടോ, വീട്ടിൽ ചുഴലി വരുന്നവരുണ്ടോ, ഭ്രാന്തുള്ളവരുണ്ടായിരുന്നോ, ഇതൊക്കെ നോക്കിയിട്ടാ സെലക്ട് ചെയ്തത്. ലോകത്തിലെ സെലക്ഷൻ മുഴുവനും ക്വാളിഫിക്കേഷനും ക്വാളിറ്റിയും നോക്കിയാണെങ്കിൽ യേശു ക്രിസ്തു മനുഷ്യനെ തെരഞ്ഞെടുത്തത് അവന്റെ ക്വാളിറ്റി ഇല്ലായ്മ കണ്ടിട്ടാ. രക്തത്താൽ ജയം കുഞ്ഞെ എന്നെയും നിന്നെയും തെരഞ്ഞെടുത്തത് നമുക്ക് ക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ടാണെന്ന തിരിച്ചറിവ് ഇന്ന് പകൽ നമ്മുടെ അകത്തുണ്ടാകണം. ഇറ്റ് ഷുഡ് ഹംബിൾ us. അല്ലേ? ഡോക്ടർ എന്ന് പേര്, ഡോക്ടറേറ്റ് ഉള്ള ആള് ഡോക്ടർ തോമസ് എന്ന് പ്രസംഗിക്കുമ്പോ പറഞ്ഞില്ലെങ്കിൽ അയാളുടെ മോൻ തീർക്കുന്ന നമുക്ക് കാണാൻ പറ്റും. We boast on petty things in life. നമുക്ക് പറയാം, ഞങ്ങൾക്ക് ഒരു പുകഴ്ചയും വേണ്ട, മഹത്വത്തിനും സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ എന്നെ വീണ്ടെടുത്തവൻ മാത്രമാണ്. ഹല്ലേലൂയ. പൗലോസ് പറയുക, അങ്ങനെയൊക്കെയാണ്. I agree with that. I am an earthen vessel. I am a man who will break down. ക്ഷീണിച്ചു പോകുമെന്നോ തകർന്നു പോകുമെന്നോ ഭാരപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളെയാണ് ദൈവത്തിന് സുവിശേഷത്തിന്റെ സാക്ഷിയായി വേണ്ടത്. രക്തത്താൽ ജയം. ഫ്രാൻസിസ് ഓഫ് അസീസിയുടെ അസാധാരണമായ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, മലയാളത്തിൽ പറയാം. ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കി ഏറ്റവും ഇൻസിഗ്നിഫിക്കന്റ് ആയ, ഏറ്റവും യൂസ്ലെസ് ആയ ഒരു മനുഷ്യനെ എനിക്ക് വേണം എന്ന് പറഞ്ഞ് ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കിയപ്പോൾ എന്നെ കണ്ടു. മോസ്റ്റ് ഇൻസിഗ്നിഫിക്കന്റ്, മോസ്റ്റ് യൂസ്ലെസ്. അടുത്ത വാചകം അദ്ദേഹം പറയുന്നത്, എന്തിനാണെന്നോ എന്നെ തെരഞ്ഞെടുത്തത്? ഇത്ര ഇൻസിഗ്നിഫിക്കന്റ് ആയ, ഇത്ര വിലയില്ലാത്ത എന്നെ തെരഞ്ഞെടുത്തതിന്റെ കാരണം ഞാൻ എന്നിൽ തന്നെ ഒന്നിനും പുകഴുകയില്ല എന്ന് ദൈവത്തിന് ബോധ്യമുണ്ടായിരുന്നു. ബ്രദർ, സിസ്റ്റർ, ആർ യു പ്രൗഡ് ഓഫ് യുവർ ക്വാളിഫിക്കേഷൻസ്? ആർ യു പ്രൗഡ് ഓഫ് യുവർ എബിലിറ്റീസ്? നിങ്ങളുടെ വാക്സാമർത്ഥ്യത്തെ കൊണ്ടോ നിങ്ങളുടെ കഴിവിനെ കുറിച്ചോ
നിങ്ങൾക്ക് എന്തും ചെയ്യാമെന്ന ധാരണയോ നിങ്ങളുടെ അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ സുവിശേഷത്തിന്റെ മഹത്വം നിങ്ങളിൽ ഇല്ല എന്ന് ഇന്ന് പകൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. സുവിശേഷത്തിന്റെ മഹത്വം അഥവാ ക്രിസ്തുവിന്റെ മഹത്വം ഒരു മനുഷ്യന്റെ അകത്തു വെളിപ്പെടുമ്പോൾ he will feel that I am useless. റിച്ചാർഡ് ബാക്സ്റ്റർ എന്ന മഹാനായ ദൈവദാസൻ, പ്യൂരിറ്റൻ ടീച്ചേഴ്സിൽ ഏറ്റവും ശ്രേഷ്ഠന്മാരിൽ ഒരാൾ, പറഞ്ഞ മനോഹരമായ ഒരു വാചകമുണ്ട്. I was only a pen in the hands of God. Why the pen should boast? ദൈവത്തിന്റെ കയ്യിൽ ഒരു പേന മാത്രമായിരുന്നു ഞാൻ. ഈ പേനയ്ക്ക് എന്ത് പുകഴ്ചയ്ക്കാണ് അവകാശം? എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞങ്ങൾ മൺപാത്രമാണ്. വാക്ക് ശ്രദ്ധിച്ച്, എന്തുകൊണ്ടാണ് ഈ മൺപാത്രമായത്? ദൈവത്തിന്റെ ദാനമാണ് എന്ന് വരേണ്ടതിന്. യേശുക്രിസ്തു എന്ന വ്യക്തിത്വം എന്റെ അകത്തു വന്നത് ദൈവത്തിന്റെ ദാനമാണ് എന്ന ബോധ്യം എനിക്ക് വരേണ്ടതിന്. ICPF അച്ഛൻ കുഞ്ഞു സാറുമായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ക്യാമ്പിലേക്ക് യാത്ര ചെയ്തപ്പോൾ ബസ്സിൽ ഇരുന്ന് ഞാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ പിടിച്ച്, ഞാൻ വിശ്വാസത്തിൽ വന്നിട്ട് 1-2 വർഷമായിട്ടുള്ളൂ, ഞാൻ അദ്ദേഹത്തിന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞൊരു വാചകം ഇന്നും എന്റെ മനസ്സിൽ മുഴങ്ങുന്നുണ്ട്. Sir, I am not worthy to be a man of God. ഒരു ദൈവദാസനായിരിക്കാൻ ഒരു യോഗ്യതയും എനിക്കില്ല. I am not worthy, I am not fit, I am not capable. എന്റെ പ്രിയപ്പെട്ട കുഞ്ഞെ, നിന്നെ ഒന്നിനും കൊള്ളത്തില്ലെന്ന ചിന്ത നിന്റെ അകത്തുണ്ടെങ്കിൽ, നിനക്കൊരു കഴിവുമില്ല എന്ന ചിന്ത നിന്റെ അകത്തുണ്ടെങ്കിൽ, ഇന്ന് പകൽ ഈ ദൈവദാസൻ നിനക്കുറപ്പ് തരാം. ദൈവത്തിന് നിന്നെയാണ് ആവശ്യമുള്ളത്. രക്തം ജയം. ഹല്ലേലൂയ. ശ്രദ്ധിക്കൂ, ഒരു വാചകം കൂടെ വായിച്ചോട്ടെ. Your orderliness is not a liability. നിന്റെ സാധാരണത്വം ഒരു കടമല്ല. നിന്റെ കഴിവില്ലായ്മ ഒരു കടമല്ല. നിന്റെ കഴിവില്ലായ്മ ഒരു കുറവല്ല. That is an asset, so that God will be glorified in you. അത് നിന്റെ ജീവിതത്തിന്റെ സമ്പത്താണ്. നിന്റെ കഴിവില്ലായ്മ നിന്റെ സമ്പത്താണ്. നിന്റെ ബുദ്ധികേട് നിന്റെ സമ്പത്താണ്. നിന്റെ രൂപഭംഗിയില്ലാത്ത നിന്റെ മുഖം നിന്റെ സമ്പത്താണ്. ശബ്ദം പോരാ എന്ന തോന്നൽ നിന്റെ സമ്പത്താണ്. കാരണം നിന്റെ ജീവിതത്തിൽ നീ ഒരിക്കലും മഹത്വം എടുക്കില്ല. മുഴു മഹത്വവും നീ കർത്താവിന് നൽകും. It's not for me to be glorified, but he to be glorified. രക്തത്താൽ ജയം. ശ്രദ്ധിക്കൂ, അടുത്ത വാക്യം ഇതിനോട് കണക്ട് ചെയ്ത് എല്ലാം ചിന്തിക്കാൻ ഇന്ന് പകൽ സമയം പോരല്ലോ. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ഈ ക്രിസ്തു എന്ന മഹത്വം, ക്രിസ്തു എന്ന നിക്ഷേപം എന്റെ അകത്ത് വന്നതുകൊണ്ട് എനിക്കെന്താ പ്രയോജനം? 7-ാം വാക്യം തൊട്ട് 12-ാം വാക്യം വരെ ഒന്നിച്ച് ധ്യാനിച്ച് പഠിക്കേണ്ടതാ. നമ്മുടെ പരിമിതമായ സമയങ്ങളിൽ അത് സാധ്യമല്ലല്ലോ. എന്നാൽ 1-2 കാര്യങ്ങൾ മാത്രം ഞാൻ വേഗത്തിൽ ചിന്തിക്കാൻ ആഗ്രഹിക്കും. ഒന്ന്, സുവിശേഷമാണ് നമ്മുടെ നിക്ഷേപം. നാം മൺപാത്രമാണ് എന്ന തിരിച്ചറിവ് നമുക്ക് വേണം. നമുക്കൊന്നിലും പുകഴ്ചയ്ക്ക് അവകാശമില്ല. ഞാനുണ്ടാക്കിയ സഭയൊന്നു നിങ്ങളിങ്ങനെ ആമുഖമായി പല കാര്യങ്ങൾ ഷാജിയും മറ്റു പല സഹോദരന്മാരും പറഞ്ഞപ്പോ ഞാൻ ഇവിടെ ഇരുന്ന് അങ്ങ് ചെറുതാകുകയായിരുന്നു. I was feeling ashamed. നമുക്കെന്തോ പുകഴ്ച.
ദൈവം നമ്മെ ഉപയോഗിക്കുന്നതിൽ നമുക്കെന്താ പ്രത്യേകത? നമുക്കെന്താ പുകഴാനുള്ളത്? ഇറ്റ് ഈസ് ഓൺലി ഗോഡ് ഹു ഈസ് ഡൂയിങ്. ഈ തിരിച്ചറിവ് നമുക്ക് വരണ്ടേ? നാം ഒരു ഷർട്ട് ഇടുമ്പോ പോലും ഈ ഷർട്ടിന്റെ പിന്നിൽ എത്ര മനുഷ്യരുടെ അധ്വാനമാണ്. ആരും അറിയാതെ വെയിൽ കൊണ്ട് പഞ്ഞിമരം വളർത്തിയ എത്രയോ കർഷകർ. We are liable to so many people in life. അല്ലേ? മനുഷ്യരിത് ഓർക്കാതെ കോള ഉയർത്തിപ്പിടിച്ച് നടക്കുമ്പോൾ ദൈവം മോളെ നോക്കി സങ്കടപ്പെടത്തില്ലേ? ദൈവം നിഗളികളോട് എതിർത്തു നിൽക്കുന്നു. I'm afraid of that verse. ദൈവം എതിർത്ത നിൽക്കാൻ പറ്റുമോ? സുവിശേഷം നാം ഇങ്ങനെയൊക്കെ ആയിത്തീർന്നത് നമ്മുടെ ജീവിത വഴികളിൽ ദൈവത്തിന്റെ അത്ഭുത കരത്തിന്റെ മഹത്വം കൊണ്ടല്ലേ. ഞങ്ങളിവിടെ അടുത്തൊരു എപ്പിസോഡ് ഹോള് പണിതു. എനിക്ക് കഴിയാവുന്ന നിലയിൽ ഞാൻ സഹായിച്ചു. സാന്ദർഭികമായി ഞങ്ങൾ കൊടുത്തതായിരുന്നു അതിനകത്ത് ഏറ്റവും വലിയ തുക. ഇപ്പൊ സെൻട്രൽ പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, പാസ്റ്റർ സേവിയർ ജെയിംസും കുടുംബവുമാണ് ഇതിന്റെ പിന്നിൽ ആദ്യമായി സംഭാവന ചെയ്തെന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ എഴുന്നേറ്റ് പറഞ്ഞത്, സേവിയർ ജെയിംസ് എവിടെ തന്നു? സേവിയർ ജെയിംസിന്റെ കൈ ദൈവം തന്നിട്ടല്ലേ സേവിയർ ജെയിംസ് കൊടുത്തത്. അയാൾക്ക് എന്താ പോകാൻ അവകാശം? We are only stewards in the hands of God. കൂടുതൽ ദൈവവേലയ്ക്ക് കൊടുക്കുന്നു എന്നതുകൊണ്ട് അഭിമാനിക്കരുത് സഹോദരന്മാരെ. ദൈവം തന്നതുകൊണ്ട് നമ്മൾ കൊടുക്കുക. ഞാൻ അഹമ്മദി ദൈവസഭയ്ക്കായി കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എനിക്ക് വളരെ വളരെ സന്തോഷം തോന്നി പാസ്റ്റർ ആ സംഭവം പറഞ്ഞപ്പോൾ. ഒരു സുവിശേഷത്തിന്റെ ഒരു പ്രതി ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കുവൈറ്റിൽ ചോര നീരാക്കി അധ്വാനിക്കുന്ന ദൈവമക്കളുടെ അധ്വാന ഫലം നൽകി കാഴ്ചപ്പാടോർത്ത് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, കർത്താവിനെ സ്തുതിക്കുന്നു. പാസ്റ്റർ പറയുമ്പോൾ എന്റെ മനസ്സിൽ ഓടി വന്നൊരു ദൈവദാസനുണ്ട്, അഡോണിറം ജൂഡ്സൺ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ജൂഡ്സൺ? അഡോണിറം ജൂഡ്സൺ ആണ് ബർമീസ് ഭാഷയിൽ വേദപുസ്തകം പരിഭാഷപ്പെടുത്തിയത്. അദ്ദേഹം സ്നാനപ്പെട്ടത് ഇന്ത്യയിൽ വെച്ചാണ്. അമേരിക്കയിൽ നിന്ന് ആദ്യമായി ബർമയിലേക്ക് പോയ ഇവാഞ്ചലിസ്റ്റ് ആണ് അദ്ദേഹം. പോകും വഴി അദ്ദേഹം കൽക്കട്ടയിൽ വന്നു. വരുന്ന വഴിയിൽ ദൈവാത്മാവ് അദ്ദേഹത്തോട് ഇടപെട്ടു, സ്നാനപ്പെടണം. കൽക്കട്ടയിൽ അദ്ദേഹം സ്നാനപ്പെട്ടു. അതിനുശേഷം അദ്ദേഹം ബർമയിൽ പോയി. അദ്ദേഹം പറഞ്ഞൊരു വാചകം പറയാൻ ഇത്രയും പറയുന്നത്, 25-ാമത്തെ വയസ്സിൽ ബർമയിൽ പോയ ആ മനുഷ്യൻ 12 കൊല്ലം ബർമയിൽ അധ്വാനിച്ചിട്ട് 18 വിശ്വാസികളെ ഉണ്ടായുള്ളൂ. 18 വിശ്വാസികൾ 12 കൊല്ലം അധ്വാനിച്ചിട്ട്. ആംഗ്ലോ ബർമീസ് വാർ ആരംഭിച്ചു. അഡോണിറം ജൂഡ്സനെ ജയിലിൽ അടച്ചു. 17 മാസം മൃഗീയമായി ടോർച്ചർ ചെയ്തു. അദ്ദേഹം പുറത്തിറങ്ങിയപ്പോൾ ജൂഡ്സൺ ആണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം അദ്ദേഹത്തിന്റെ മുഖം വികൃതമായിരുന്നു. അത്രമാത്രം അദ്ദേഹത്തെ അവർ ടോർച്ചർ ചെയ്തു. അദ്ദേഹം സ്വതന്ത്രനായപ്പോൾ ആ സംസ്ഥാനത്തിന്റെ പ്രോവിൻസിന്റെ മേധാവിയോട് ചോദിച്ചു, ഞാൻ ഇവിടെ സുവിശേഷം പറയാൻ എനിക്ക് അനുവാദമില്ലെങ്കിൽ അടുത്ത പ്രോവിൻസിൽ ഞാൻ സുവിശേഷം പറഞ്ഞോട്ടെ. ആ പ്രോവിൻസിന്റെ അധികാരി അദ്ദേഹത്തോട് പറഞ്ഞ വാചകം അഡോണിറം ജൂഡ്സന്റെ ജീവചരിത്രത്തിൽ സ്വർണലിപികളിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ ആ പ്രോവിൻസ് മേധാവി പറഞ്ഞത്, ഞങ്ങളുടെ ആളുകൾ നിന്റെ സുവിശേഷം കേട്ട്
നിന്റെ വിശ്വാസത്തിൽ വരാനും മാത്രം വിഡ്ഢികളല്ല. എന്നാൽ നിന്റെ മുഖത്ത് കാണുന്ന ഈ മുറിപ്പാടുകൾ കണ്ട് അവർ നിന്റെ ദൈവത്തെ സേവിക്കാൻ സാധ്യതയുണ്ട്. The scars on your face will make them believers of Christ. എന്റെ പ്രിയപ്പെട്ട ദൈവവൈതലേ, നിന്റെ ജീവിതത്തിൽ ഏറ്റ മുറിപ്പാടുകൾ നിന്റെ തോൽവിയല്ല. നിന്റെ ജീവിതത്തിൽ വന്ന വൈകല്യങ്ങൾ നിന്റെ തോൽവിയല്ല. നിനക്കില്ലാത്ത കഴിവുകൾ, നിന്റെ കഴിവുകേടുകൾ നിന്റെ തോൽവിയല്ല. സുവിശേഷത്തിന്റെ നിക്ഷേപത്തെ നിന്നെ കൊണ്ട് ഉപയോഗിക്കാൻ ദൈവത്തിന് പദ്ധതിയുള്ളത് കൊണ്ടാണ് നിന്റെ മേൽ ഈ വൈകല്യങ്ങൾ ദൈവം അയച്ചത്. രക്തത്താൽ ജയം നേടട്ടെ. സുവിശേഷത്തിന്റെ, നമ്മുടെ ജീവിതത്തിന്റെ തകർച്ചകൾ സുവിശേഷത്തിന്റെ പ്രകാശമായി മാറണം. ഞാൻ ഇന്നലെ പറഞ്ഞത് പരിശുദ്ധാത്മാവെന്നെ നിർബന്ധിക്കുന്നു ആവർത്തിക്കാൻ. ഈ അടയപ്പെട്ട ദിനങ്ങൾ സുവിശേഷത്തിന്റെ അഗ്നി കത്തുന്ന ദിനങ്ങളായി ദൈവം മാറ്റുക തന്നെ ചെയ്യും, മാറ്റുക തന്നെ ചെയ്യും. എനിക്ക് ഒത്തിരി ഉദാഹരണങ്ങൾ പറയാം നിങ്ങളോട്. ഈ ദിനങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ സന്ദേശം ആളുകളിൽ ഉണ്ടാക്കിയ ഇമ്പാക്ട് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ എത്രയോ ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാരുടെ സന്ദേശങ്ങൾ എവിടെയെല്ലാം എത്തുന്നു, ഏതെല്ലാം ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നു, ആരറിയുന്നു? രക്തം ജയം. മൂന്നാമത്തെ പാഠം, നാം വെറും കുടം മാത്രമാണെന്ന തിരിച്ചറിവ് വമ്പ് പറയുന്നത് ഒഴിവാക്കാൻ സഹായിക്കും. നിങ്ങൾക്ക് ഓർമ്മയില്ലേ, ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഒരു കുടവും, ഒരു കൈയിൽ കുടവും മറുകൈയിൽ കാഹളവുമായി പോയ 300 മനുഷ്യരെ 30,000 പേരുമായി മിദ്യാന്യരുടെ നേരെ യുദ്ധത്തിനൊഴുകിയ ഗിദെയോനോട് ദൈവം പറഞ്ഞു, അവർ വമ്പ് പറയും. ന്യായാധിപന്മാർ 7:2, നിന്നോട് കൂടെയുള്ള ജനം അധികമാണ്, എന്റെ കൈ എന്നെ രക്ഷിച്ചുവെന്ന് ഇസ്രായേൽ എന്റെ നേരെ വമ്പ് പറയാതിരിക്കേണ്ടതിന് ഞാൻ മിദ്യാന്യരെ അവരുടെ കയ്യിൽ ഏൽപ്പിക്കയില്ല. 30,000 10,000 10,000 വെട്ടിച്ചുരുക്കി 300 300 പേരുടെ കയ്യിൽ ഒരു മൺകുടം. ഹല്ലേലൂയ. ആ മൺകുടത്തിനകത്ത് കത്തുന്നൊരു പന്തം. ഞാൻ ഈ വാക്യവുമായി അതിനെ ഒന്ന് കണക്ട് ചെയ്തോട്ടെ. മൺ കത്തുന്ന നസ്രയന്റെ സാന്നിധ്യം, മൺപാത്രമായ നമ്മുടെ അകത്ത് കത്തുന്ന സുവിശേഷത്തിന്റെ വെളിച്ചം. ഹല്ലേലൂയ. ഈ കുടം പൊട്ടിയാലേ പന്തം തെളിയൂ. ഹല്ലേലൂയ. 300 പേരുടെ കയ്യിലെ കുടമുടച്ചപ്പോൾ 300 പേരുടെ പന്തത്തിന്റെ കാഴ്ച മിദ്യാന്യരുടെയും അമാലേക്യരുടെയും സകല ധൈര്യത്തെയും ക്ഷയിപ്പിച്ചു കളഞ്ഞു. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവപൈതലിന്റെ അകത്ത് കത്തുന്ന ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിന്റെ ശക്തി. I strongly teach we have belittled our God. നാം നമ്മുടെ കർത്താവിനെ ചെറുതാക്കി കളഞ്ഞു. We present him for petty things. ഇല്ല കുഞ്ഞെ, അവൻ സകലത്തിന്റെ മേലും അധികാരമുള്ളവനാണ്. അവൻ സർവാധികാരിയാണ്. ആധിപത്യങ്ങൾക്ക് അവന്റെ മേൽ ആധിപത്യമില്ല. കാരണം അവൻ ആധിപത്യങ്ങളുടെ മുകളിലാണ്. He is the King of kings and Lord of lords. രക്തം ജയം. ആ കർത്താവാ നിങ്ങൾ
ഉള്ളിൽ കത്തുന്നത്. ആ കർത്താവാ എന്റെ ഉള്ളിൽ കത്തുന്നത്. നിന്റെ കഴിവില്ലായ്മയിലാണ്, നിന്റെ ഉടഞ്ഞു പോകുന്ന കുടസമ്മാനമായ ജീവിതത്തിനകത്തുനിന്നാണ് ദൈവത്തിന്റെ പ്രകാശം ജ്വലിക്കാൻ പോകുന്നത്. രക്തം ജയം. ശ്രദ്ധിക്കൂ, അടുത്ത വാക്യത്തിലെ ഒരു ചിന്ത മാത്രമാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. 4 കാര്യം പൗലോസ് പറയുന്നുണ്ട്. ബുദ്ധിമുട്ടുന്നവർ, കഷ്ടം സഹിക്കുന്നവർ, ഉപദ്രവം അനുഭവിക്കുന്നവർ, വീണ് കിടക്കുന്നവർ. ഓൾ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ്, ഓൾ പെയിൻഫുൾ സ്റ്റേറ്റ്മെന്റ്സ്. ഞങ്ങൾ ആരാണ്? സകല വിധത്തിലും ആ ഒരു പദം മാത്രം ഞാൻ ഇന്ന് തൊടുന്നുള്ളൂ. സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവർ. ഇംഗ്ലീഷിലെ ഒരു പരിഭാഷ ഇരിക്കുന്നത് പ്രസ്ഡ് ഫ്രം എവറി സൈഡ്. ഇന്ന് നാം അതല്ലേ അനുഭവിക്കുന്നേ? പ്രസ്ഡ് ഫ്രം എവറി സൈഡ്. വേറൊരു പരിഭാഷ ഇരിക്കുന്നത് ട്രബിൾഡ് ആൻഡ് ഓപ്രസ്ഡ് ഫ്രം എവറി വേ. എല്ലാ വഴികളിലും ഞങ്ങളെ ഒതുക്കുകയാണ്. ഹല്ലേലൂയ. കഷ്ടം സകല, മലയാളത്തിലെ പരിഭാഷ മനോഹരമാണ്, സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവർ. നഴ്സസായ പെൺകുട്ടികൾ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറയുന്നത് കേട്ട് പല ദിവസങ്ങളുടെ ഭാര്യ ഇരുന്ന് കരയുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പറയും, പാസ്റ്ററെ 10 പേര് ജോലി ചെയ്ത ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾ 2 പേരേ ഉള്ളൂ. വി ആർ പ്രസ്ഡ്. ചുറ്റിനും കിടക്കുന്നത് മുഴുവൻ ഈ രോഗത്തിന് അടിമകളായ ആളുകളാണ്. കുഞ്ഞെ, നീ എല്ലാ വിധത്തിലും പ്രസ്ഡ് ആണെങ്കിൽ അതിന്റെ ബാക്കി നിനക്ക് കേൾക്കണ്ടേ? എങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. ഇംഗ്ലീഷിലെ പരിഭാഷ മനോഹരമാണ്. ബട്ട് നോട്ട് crushed, but not confined, yet not distressed. ഏത് പരിഭാഷ ഞാൻ ഓർക്കുന്നില്ല. Yet not distressed. Distress എന്ന വാക്കിന് മലയാളത്തിലെ പരിഭാഷ നോക്കി ഞാൻ അത്ഭുതപ്പെട്ടു പോയി. നിരാശപ്പെടുന്ന, വൈകല്യം വന്ന, ശരീരവേദന അനുഭവിക്കുന്ന, മനസ്സ് തകർന്ന എന്നൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥം. വി ആർ നോട്ട് ഡിസ്ട്രസ്ഡ്. എന്റെ പ്രിയപ്പെട്ട കുഞ്ഞെ, എല്ലാ വിധത്തിലും കഷ്ടം അനുഭവിക്കുമെങ്കിലും അകത്ത് ക്രിസ്തു വാഴുന്നത് കൊണ്ട് ഞങ്ങൾ ഇടുങ്ങിയിരിക്കില്ല. ഞങ്ങളുടെ അകത്ത് വാഴുന്ന നസ്രയൻ, പൗലോസിന്റെ ഒരു വാക്യം നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? എന്നെ സകലത്തിലും ശക്തനാക്കുന്നവൻ. ഹി ഈസ് ഇൻസൈഡ് യു. ഞാൻ ഒരു മനുഷ്യനെ വേഗത്തിൽ പരിചയപ്പെടുത്താം. സകല വിധത്തിലും കഷ്ടം അനുഭവിച്ചൊരു മനുഷ്യൻ യഹോശാഫാത്ത്. അമ്മോന്യർ, 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 19-ാം 20-ാം അധ്യായം മുഴുവൻ എടുക്കാൻ പറ്റില്ല, ചിന്ത മാത്രം പങ്കുവെക്കാൻ. നിങ്ങൾ വീട്ടിൽ ഇരുന്ന് വായിക്കണം. മോവാബ്യർ, അമ്മോന്യർ, മെയൂന്യർ എല്ലാവരും ചേർന്ന് ഈ മനുഷ്യനെ ഒതുക്കാൻ നോക്കുകയാണ്. 11,60,000 സൈന്യമുണ്ട് ഇദ്ദേഹത്തിന്. എന്നിട്ടും യഹോശാഫാത്ത് ശത്രുവിന്റെ പ്രസിംഗിൽ, ശത്രുവിന്റെ ബലത്തിൽ വല്ലാതെ ഭയപ്പെട്ടു പോയി. ചുറ്റിലേക്ക് നോക്ക്. പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യവുമില്ലല്ലോ.
എൻ്റെ വീട്ടിൽ ഞാൻ പത്രം നിർത്തി. കാര്യം നെഗറ്റീവ് ന്യൂസ് വായിക്കാൻ വയ്യ. ഫ്രണ്ട് പേജ് എടുത്താൽ മുഴുവൻ നെഗറ്റീവ് ന്യൂസ്, മനസ്സ് മടിപ്പിക്കുന്ന, ഹൃദയം തകർക്കുന്ന വൈകൃതങ്ങളുടെ വാർത്തകൾ, പ്രസിംഗ് ഫ്രം ഓൾ സൈഡ്. യഹോശാഫാത്ത് വീണ് കിടന്ന് തകർന്നു പോയില്ല. യഹോശാഫാത്തിന്റെ മാനസികാവസ്ഥ മനോഹരമായി ചിത്രീകരിക്കുന്നുണ്ട് ആ വേദഭാഗത്ത്. ഞാൻ പറയുന്നൊരു വാചകം, ഞങ്ങൾക്ക് ശക്തി ഒരു രാജാവാ പറയുന്നു, ഞങ്ങൾക്ക് ശക്തിയില്ല, ഞങ്ങൾക്കറിയത്തില്ല. പക്ഷെ അവിടെ തീർന്നില്ല. അടുത്ത വാചകം, എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ ഉയരത്തിലേക്ക് ഉയർത്തുന്നു. ഇന്ന് പകലിൽ കൂട്ടായ്മയ്ക്ക് വന്നിരിക്കുന്ന വിശുദ്ധന്മാരെ നാം ഇന്ന് വിളിച്ചു പറയുന്ന ഒരു ഉയർത്തുകയാണ്. ഈ സമയത്തിരുന്ന് സിനിമ കാണാമായിരുന്നു ഞങ്ങൾക്ക്. ഈ സമയത്തിരുന്ന് ഞങ്ങൾക്ക് വിനോദങ്ങളിൽ ഏർപ്പെടാമായിരുന്നു. ഞങ്ങൾക്ക് പാട്ട് കേട്ട് രസിക്കാമായിരുന്നു. But this is not a time of entertainment. This is a time of putting our hearts into God. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിക്കൂ, ഞങ്ങളുടെ കണ്ണുകൾ ഞങ്ങൾ ഉയർത്തുന്നു. ഞാൻ നിങ്ങൾക്കൊരു ഉറപ്പ് തരാം എന്ന് ഒരു ഭക്തൻ തന്റെ കണ്ണ് ഉയരത്തിലേക്ക് ഉയർത്തുമോ, അപ്പോൾ ദൈവം ആശ്വാസത്തിന്റെ ദൂതുമായി ഒരുവനെ അയക്കും നിന്റെ ജീവിതത്തിലേക്ക്. ആസാഫിന്റെ 5ാം തലമുറക്കാരനായ ഒരു യൗവനക്കാരനെ പ്രവാചക ശബ്ദമാക്കി ദൈവം എഴുന്നേൽപ്പിച്ചു. അതിനകത്തും ഒരു ദൂതുണ്ട്. നീ ദൈവത്തിന്റെ ദാസനായി നിന്നാൽ നിന്റെ തലമുറകൾ എത്ര കഴിഞ്ഞാലും ദൈവത്തിന്റെ ശബ്ദമാക്കി നിന്റെ തലമുറയെ നിർത്താൻ ദൈവം വിശ്വസ്തനാണ്. രക്തത്താൽ ജയം. ആ യൗവനക്കാരൻ യഹോശാ എത്ര കാലം ഈ ആലയങ്ങൾ അടഞ്ഞു കിടക്കും? എത്ര കാലം ലോകത്തിന്റെ എക്കണോമി ഈ പരിതാപകരമായ സ്ഥിതിയിലാകും? എനിക്കറിയില്ല. പക്ഷെ ഒന്നെനിക്കറിയാം, സ്ഥിതി മാറ്റുന്നൊരു ദൈവമുണ്ട്. ദൈവം തുറക്കും ആലയത്തിന്റെ വാതിലുകൾ. ദൈവം സ്ഥിതി മാറ്റുക തന്നെ ചെയ്യും. ദൈവത്തിന്റെ ജനം കണ്ണുകൾ ഉയരത്തിലേക്ക് ഉയർത്തുമ്പോൾ അത് കണ്ട് മാറിക്കളയുന്ന ഒരു ദൈവത്തെ അല്ല ഞാനും നിങ്ങളും സേവിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട ദൈവ പൈതലേ, we are serving a living God. രക്തം ജയം. വിവരിക്കാൻ സമയം പോരാ. യഹോശാഫാത്ത് കമ്മിറ്റി കൂടി പ്ലാൻ ചെയ്യുകയല്ല ചെയ്തത്. യഹോശാഫാത്ത് ബുദ്ധിമാന്മാരെ വിളിച്ച് ബുദ്ധി ഉപദേശം നേടുകയല്ല ചെയ്തത്. യഹോശാഫാത്ത് യുദ്ധക്കളത്തിൽ ആയുധവുമായി പോകുകയല്ല ചെയ്തത്. യുദ്ധക്കളത്തിൽ സംഗീതക്കാരുമായി യഹോശാഫാത്ത് ഇറങ്ങി. സന്തോഷ് പറഞ്ഞൊരു വാചകം,
ഒരു ദൂതായി ദൈവസഭ ഇന്ന് പകലിൽ ഏറ്റെടുക്കണം. ഇന്ന് പകൽ സാധിക്കുന്ന ഭക്തന് വേണ്ടി ദൂതാതെ ജയത്തിലേക്ക് നടത്തുന്ന ജീവനുള്ള ദൈവത്തെയാണ് ഞാനും നിങ്ങളും സേവിക്കുന്നത്. You have a light inside you. Burn it. എനിക്ക് സമയത്തിന് നിർത്തണമെന്ന് നിർബന്ധമുള്ള ഒരു ശുശ്രൂഷകനാണ്. അതുകൊണ്ട് തുടർന്ന് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. യു ഹാവ് എ ലൈറ്റ് ഇൻസൈഡ് യു. ക്രിസ്തു എന്ന വെളിച്ചം നമ്മുടെ അകത്ത് കത്തുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രതികൂലങ്ങളുടെ നടുവിൽ നാം ജയത്തോടെ നിൽക്കും. ഈ പ്രതിസന്ധികളുടെ നടുവിൽ നാം ജയത്തോടെ നിൽക്കും. പ്രതിസന്ധികൾ മാറിപ്പോകുമെന്ന് ഞാൻ പറയത്തില്ല, അത് വെറും അവിവേകത്തിന്റെ വാക്കാകും. എന്നാൽ ഈ പ്രതിസന്ധിക്കകത്തും കൃപയിൽ നിർത്താൻ കഴിയുന്ന ഒരു ദൈവം ഞാൻ സേവിക്കുന്നുവെന്ന് എനിക്ക് ധൈര്യമായി പറയാൻ കഴിയും. അഗ്നിക്കകത്തും ധീരതയോടെ നിർത്തുന്ന അഡോണിറാം ജൂഡ്സനെ നിർത്തിയ ദൈവം, നേപ്പാളിൽ ഹിമാചലിൽ വിശുദ്ധന്മാരെ നിർത്തിയ ദൈവം, 29ാമത്തെ വയസ്സിൽ കൊല്ലപ്പെട്ട ജിമ്മേലിയറ്റിന്റെ വാചകം, വി ആർ നോബഡി ടു പ്രീച്ച് സംബഡി. അവസാനിപ്പിക്കുന്ന മുമ്പ് ഒരു വാചകം കൂടെ പറഞ്ഞോട്ടെ. ഹല്ലേലൂയ. മേരി ഡ്യൂറന്റ് 15ാമത്തെ വയസ്സിൽ ജയിലിൽ അടയ്ക്കപ്പെട്ട പെൺകുട്ടി തന്റെ ജ്യേഷ്ഠൻ പാസ്റ്റർ ആണെന്ന കാരണത്താൽ ജ്യേഷ്ഠനെ പിടിക്കാൻ കഴിയാത്തതുകൊണ്ട് ഫ്രഞ്ച് ഭരണാധികാരികൾ 15 വയസ്സുകാരി മേരി ഡ്യൂറന്റിനെയും അവളുടെ അപ്പനെയും ജയിലിൽ അടച്ചു. 1730 38 വർഷം മേരി ഡ്യൂറന്റ് ജയിൽവാസം അനുഭവിച്ചു. 38 വർഷം. ഒരു പുസ്തകവും ആ പെൺകുട്ടി എഴുതിയില്ല, ഒരു പാട്ടും ആ പെൺകുട്ടി എഴുതിയില്ല. പക്ഷേ ആ ജയിലിൽ തന്നോടൊപ്പം അടയ്ക്കപ്പെട്ട 30 സഹോദരിമാരെ പുറത്ത് റോമാ സഭയും ഫ്രഞ്ച് സർക്കാരും ചേർന്ന് പ്രോട്ടസ്റ്റന്റ് മൂവ്മെന്റിനെ തച്ചുടയ്ക്കുമ്പോൾ മരിച്ചു വീഴുന്ന കുടുംബങ്ങളുടെ ബാക്കി പത്രങ്ങളെ ധൈര്യപ്പെടുത്തിയത് മേരി ഡ്യൂറന്റ് എഴുതിയ കത്തുകളായിരുന്നു. 1768 പുറത്തു പോകാൻ അനുവദിച്ചു. 38 വർഷം കഴിഞ്ഞ് ഭരണാധികാരികൾ പല തവണ മേരി ഡ്യൂറന്റിനെ സ്വതന്ത്രയാക്കാൻ സാധ്യത കൊടുത്തു, അവസരം കൊടുത്തു. ഒന്നു മാത്രം, സുവിശേഷം പറയരുത്, ക്രിസ്തുവിന്റെ സാക്ഷിയാകരുത്. മേരി ഡ്യൂറന്റിന്റെ മറുപടി തങ്കലിഖിതങ്ങളിൽ ഹൃദയത്തിൽ ഞാൻ എഴുതി സൂക്ഷിച്ചിട്ടുണ്ട്. മൈ ഫെയ്ത്ത് cannot be replaced with freedom. My faith is not as cheap as freedom. എന്റെ വിശ്വാസം സ്വാതന്ത്ര്യത്തിന് പകരമുള്ളതല്ല. എന്റെ വിശ്വാസത്തിന് സ്വാതന്ത്ര്യത്തെക്കാൾ വില കുറഞ്ഞതല്ല. അകത്ത് കത്തിയ ക്രിസ്തുവിന്റെ സാന്നിധ്യം എങ്കിലും ഈ അത്യന്ത ശക്തി ഈ മൺപാത്രങ്ങളിൽ നിക്ഷേപിച്ച ദൈവകൃപയ്ക്കായി
ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവമൈതലേ, നിന്റെ അകത്ത് ക്രിസ്തു വാഴുന്നത് ലോകത്തിന് വെളിപ്പെടേണ്ട കാലമാണിത്. നിന്റെ അകത്ത് കത്തുന്ന ദൈവകൃപ നിന്റെ അയൽവാസികൾ, നിന്റെ കൂടെ ജോലി ചെയ്യുന്നവർ, നിന്റെ കുടുംബത്തിലുള്ളവർ അറിയേണ്ട കാലമാണിത്. He will not fail you. കഷ്ടം എത്ര അനുഭവിച്ചാലും ഞങ്ങൾ ഇടുങ്ങിയിരിക്കില്ല. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും.